Good afternoon, everyone. Good afternoon, ma'am. Good afternoon. Yes. Good afternoon. Okay. എല്ലാവരും join ചെയ്യുന്നേ ഉള്ളൂ? Yes. Yeah. Okay. So, have you had your lunch? Lunch ഒക്കെ കഴിച്ചിട്ടാണോ വരുന്നേ? ആണോ? Yeah. Good afternoon. പറയൂ. Lunch ഒക്കെ കഴിച്ചോ എല്ലാവരും? Yes. Yes. കഴിച്ചു. Okay. Yeah. ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസേ ഉള്ളോ? കഴിച്ചില്ല. അസ്മിത കഴിച്ചില്ല. ഓക്കെ, കഴിച്ചില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് കഴിക്കാതിരിക്കുകയാണ് അല്ലെ? ഓക്കെ, കഴിച്ചു. Yeah. So, first of all, I introduce myself. I'm Ashwati, and you are English teacher. Okay. Okay. Clear? Yeah. Okay. Okay. English teacher ആണ്. എന്റെ പേര് അശ്വതി എന്നാണ്. ഓക്കെ, എല്ലാവരും സംസാരിക്കൂട്ടോ. എന്താ പ്രത്യേകിച്ച് ക്ലാസ് നടക്കുന്നില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്ത് പോകാന്ന് വിചാരിച്ചു. ഓക്കെ ആണോ? സംസാരിക്കാൻ റെഡി ആണല്ലോ അവരും? Okay, ma'am. റെഡിയാണ്. Okay. ഓക്കെ, സോ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്താലോ എല്ലാവരെയും? ഓക്കെ, യാ. സോ ലെറ്റ്സ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. ഓക്കെ, ആൻഡ് എന്താണ് എനിക്ക് നിങ്ങളുടെ എങ്ങനെയാണ് ഇംഗ്ലീഷ് നോളജ് എന്തൊക്കെയാണ് എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ അതുകൂടെ ഒന്ന് പറയാം. ഓക്കെ, ഓക്കെ ആണോ? യെസ്, ഓക്കെ ആണ്. അപ്പൊ പറയാം, എങ്ങനെയാണ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയോ? എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, എന്താണ് ഇഷ്യൂസ്, എന്താണ് അതൊന്ന് കൺവേ ചെയ്യുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും ഫോർ മീ. ഓക്കെ, നമുക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അത്യാവശ്യം സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ. എല്ലാവരും ഡിഫറെന്റ് ടൈപ്സ് ആയിരിക്കും അല്ലെ? കുറച്ചുപേര് എന്താണ് പറയുകയാണെങ്കിൽ ബേസിക് അല്ലെ, ഇന്റർമീഡിയറ്റ് ഉണ്ടാക്കാം, ബിഗിനേഴ്സ് ഉണ്ടാക്കാം, ഇന്റർമീഡിയറ്റ് ഉണ്ടാക്കാം, അഡ്വാൻസ്ഡ് ഉണ്ടാക്കാം. അങ്ങനെ മിക്സ്ഡ് ആണ് നമ്മുടെ ക്ലാസ് അല്ലെ? സോ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ട അതെന്ന് ഒരു ഐഡിയ കിട്ടിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം എങ്ങനെയൊക്കെയാണ് സ്റ്റുഡൻസ് ക്ലാസ്സിലുള്ളത് എനിക്ക് അറിയില്ലല്ലോ, ഫസ്റ്റ് ടൈമാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്യാം, എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ്, നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്ന ബുദ്ധിമുട്ട്, എന്താണ്, നിങ്ങൾ എങ്ങനെയൊക്കെ അറിയാം, ബേസിക്സ് അറിയോ, ബിഗിനേഴ്സ് ആണോ അതോ ഇന്റർമീഡിയറ്റ് ആണോ അഡ്വാൻസ് ലെവൽ ആണോ, എന്താണ് എന്നുള്ളതൊന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഓക്കെ, ഫസ്റ്റ് നിങ്ങളൊന്ന് സംസാരിക്കാം കേട്ടോ. ക്ലാസ്സിൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പ്രത്യേകിച്ച് സംസാരിക്കണം. ഓക്കെ, ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം ഒരു നിർബന്ധവും ഇല്ല. ഞാൻ അതോർത്തിട്ടാണെങ്കിൽ പേടിക്കല്ല, ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കംഫർട്ടബിൾ ഏതാണ് ആ ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞാൽ ആരും വേണ്ടില്ല, എല്ലാ ക്ലാസ്സിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ, പൊതുവെ ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും പേടിയാ, അയ്യോ മിസ് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിപ്പിക്കോ അല്ലെങ്കിൽ ചോദിക്കോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ ആയിരിക്കും. അങ്ങനെ ഒന്നും ടെൻഷൻ ഒന്നും അടിക്കേണ്ട കേട്ടോ. ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കണം ഒരു നിർബന്ധവും ഇല്ല. പറയാം, സംസാരിക്കാൻ ടൈം വരുമ്പോ ഞാൻ പറയാം, അപ്പൊ സംസാരിക്കണം. ഓക്കെ, ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് തല വേണ്ടാന്നിരിക്കാം. ഓക്കെ, ഓക്കെ ആണോ? സോ സംസാരിക്കൂ, ഓരോരുത്തരായിട്ടൊന്ന് സംസാരിക്കൂ. ടെക്സ്റ്റ് വേണ്ട, കേൾക്കുന്നുണ്ട്. യാ, പറയൂ. പേരെന്തായിരുന്നു? ഷാദിയ എന്നാണോ പേര്? ആരാ സംസാരിച്ചാരിപ്പോ? ഷാദിയ. ഷാദിയ, പറയൂ. വെറൈറ്റി നെയിം ആണല്ലോ ഷാദിയ, ഞാൻ അത് കേൾക്കുന്നു. ഓക്കെ, യാ, പറയൂ ഷാദിയ. Where are you from? And now I'm basically from Idki, Todipura. Yeah, okay. Then പറയൂ, എങ്ങനെയാണ് ഇംഗ്ലീഷ്, എന്താണ്, എങ്ങനെയൊക്കെ അറിയാം, എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്, എന്താണ്? I love to speak in English, but I have lack of confidence if I'm speaking the right or wrong. Okay. Then കഴിഞ്ഞോ? That's it.
That's it. മലയാളത്തിൽ പറയൂ. ഇംഗ്ലീഷ് പറയുന്നോണ്ടാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. എന്താണ് പറയും? മലയാളത്തിൽ ഒന്ന് പറഞ്ഞേ. ഷാനിയ പോയോ? സംസാരിക്കൂ. എന്താണ് ഇംഗ്ലീഷ് എങ്ങനെയൊക്കെ അറിയാം? ബേസിക്സ് അറിയോ? ഗ്രാമേഴ്സ് അറിയോ? വായിക്കാനും എഴുതാനൊക്കെ അറിയാം. കുറച്ചൊക്കെ സംസാരിക്കാൻ അറിയാം എന്ന് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? കോൺഫിഡൻസ് ആണോ? ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ് മെയിൻ പ്രോബ്ലം ആണോ? ഇംഗ്ലീഷ് പറയുന്നതെല്ലാം മനസ്സിലാവും, റിപ്ലൈ കൊടുക്കാനും ചിലപ്പോഴൊക്കെ പറ്റും, പക്ഷെ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു കോൺഫിഡൻസ് കുറവാണ് എന്റെ പ്രശ്നം. ശരിയാണോ തെറ്റാണോ ഒരു ഉറപ്പ് നമുക്കില്ല, അതുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാത്തത്. ഓക്കെ, ആണ് മെയിൻ റീസൺ. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്നല്ല പറയണോ കേട്ടോ, എന്നാലും എനിക്ക് അറിയാൻ പറ്റുമോ? ഹലോ മാം, ഞാൻ ശ്രീജയാണ്. എനിക്കും അതുപോലെ തന്നെയാണ്. ഇംഗ്ലീഷ് എല്ലാവരും അറിയാം, പക്ഷെ നമുക്കൊരു പബ്ലിക്കിനോട് എങ്ങനെ സംസാരിക്കുക, എന്തെങ്കിലും തെറ്റ് വരുമോ എന്നൊക്കെ ഒരു പേടിയുണ്ട്. പേടിയാണ്. ഓക്കെ, പിന്നെന്താണ് നെക്സ്റ്റ്? പറയൂ, ഓരോരുത്തരും പറയണം കേട്ടോ, എന്നാൽ മാത്രമേ എനിക്ക് ക്ലാസ് എടുക്കുന്ന. എന്റെ പേര് സ്മിത എന്നാണ്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനും എഴുതാനൊക്കെ അറിയാം, ബട്ട് സംസാരിക്കാൻ അറിയില്ല. പിന്നെ ഗ്രാമറും അത്ര പോരാ. പിന്നെ ആഗ്രഹമുണ്ട്, അറിയാൻ മതി. പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത്ര ഫ്ലുവന്റ് അല്ല. ഗ്രാമർ അറിയും. കേൾക്കുമ്പോ തന്നെ ഓർക്കാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഗ്രാമർ, അല്ലെ? ഗ്രാമർ അറിയോ എല്ലാവർക്കും? ഗ്രാമർ അറിയാം. ഗ്രാമർ അറിയാം, സംസാരിക്കാൻ ഫ്ലുവൻസി ഇല്ല. അതാണ് ചില വാക്കിനൊന്നും അർത്ഥം കിട്ടില്ല. മീനിങ്ങോ? ചില വേർഡ്സിനൊക്കെ മീനിങ്ങേ. ഓക്കെ, യെസ്, മീനിങ് കേട്ടില്ല. ഓക്കെ, ഇനി എന്താണ് അടുത്തൊരു പ്രോബ്ലം? എന്താണ് പറയൂ, എല്ലാവരും പറയൂ. എന്നോട് സംസാരിക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോ. ഇല്ല. സോന പറയൂ. സോന, ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഞാൻ കാസർഗോഡ് നിന്നാണ്. ഞാൻ നഴ്സിംഗ് കഴിഞ്ഞതാണ്, പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് മലയാളമാണല്ലോ നമ്മൾ കൂടുതലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്. അപ്പം ഇപ്പൊ കുറച്ച് ലാഗൊക്കെ വന്നതുകൊണ്ട് കുറച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് പ്രാക്ടീസ് കിട്ടിയാൽ ശരിയാവുന്ന കാര്യമാണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഫാമിലിയിലായാലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലായാലും അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർ കുറവാണല്ലോ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം. ബാക്കി ഒക്കെ അറിയാം, എല്ലാം അറിയാം, പക്ഷെ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ആ ഒരു ട്രബിള് മാത്രമേ ഇരിക്കും, അല്ലാതെ വേറെ പ്രശ്നം എടുക്കില്ല. ഗ്രാമർ കാര്യങ്ങൾ അറിയാം, സംസാരിക്കാൻ അറിയാം, അല്ലെ? അതന്നെ, ഫസ്റ്റ് നമുക്കൊരു എന്താ പറയാ, ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് അങ്ങനെയൊക്കെ വരില്ലേ പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ. വിചാരിക്കും തെറ്റാണോ എന്നൊക്കെ ഒരു ടെൻഷനാണ് പൊതുവെ. അതന്നെ. അതെ, ഓക്കെ. നെക്സ്റ്റ്, ഇനി എന്താ? മാം, ഞാൻ രഹ്ന, ട്രിവാൻഡ്രത്തുനിന്ന്. ഓക്കെ, സെയിം തന്നെയാണ്, പ്രോബ്ലം ഇത് തന്നെയാണ്. കാരണം തെറ്റിപ്പോവൂ എന്നുള്ള ഒരു ഭയം. അറിയാം, അവർ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്, തിരിച്ച് പറയാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ തെറ്റിപ്പോവൂ എന്നുള്ളൊരു കോൺഫിഡൻസ് കുറവ്. തെറ്റിയാൽ അവരെന്ത് വിചാരിക്കും, നാണം കെടൂ എന്നുള്ളതൊക്കെ ഒരു ഓക്കെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തെറ്റിപ്പോകൂ എന്നൊരു പേടി അതെന്താണ് വരുന്നത്? ഇതിന്റെ റീസൺ എന്താണെന്നറിയോ? അത് നമ്മളെ മലയാളികൾക്ക് മാത്രമുള്ള പ്രത്യേക റീസൺ ആണ്. വേറെ എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും, ഇപ്പൊ തമിഴിലാണെങ്കിൽ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവര് ജസ്റ്റ് ക്വൈറ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ തിരുത്തി തരും. പക്ഷെ നമ്മൾ മലയാളികളുടെ കാര്യമാകുമ്പോൾ ഫസ്റ്റ് അവർ നമ്മളെ കളിയാക്കും. നമ്മുടെ കോൺഫിഡൻസ് മുഴുവൻ തകർത്തിട്ടാണ് അവർ പിന്നെ നമ്മളെ എന്താ പറയാ ശരിയാക്കി തരിക.
അപ്പൊ ആദ്യം പോയി ചമ്മാനൊരു മടി. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. ഓൾമോസ്റ്റ് എല്ലാവരുടെ റീസൺ അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കളിയാക്കോ അതെ എന്ന് പേടി. അതെ മാം, ഇത് തന്നെയാണ് റീസൺ. കാരണം നമ്മള് കളിയാക്കും, മലയാളികളുടെ മാത്രം പ്രത്യേകത തന്നെയാണ് അത്. ബാക്കി എല്ലായിടത്തും നോർമലായിട്ട് നമുക്ക് തിരുത്തി തരും. പക്ഷെ ഇവര് ഓപ്പോസിറ്റ് ചെയ്യുന്നവർ ആദ്യം കളിയാക്കും, പിന്നെ ആയിരിക്കും അത് തിരുത്തി തരിക. അപ്പൊ ആ ഒരു മടുപ്പ് പറയാനായിട്ടുള്ള. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് മിക്കവാറും എല്ലാ ലാംഗ്വേജും കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളായിരിക്കും മേ ബി. അപ്പൊ നമ്മള് എന്തൊരു പൊട്ടത്തരമൊക്കെ പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് അവര് നമ്മളെ ഫുള്ള് തളർത്തും. ഇങ്ങനെയാണോ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തളർത്തും. അപ്പൊ എന്താ എന്നാ നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയോ? പൊട്ടത്തരം പറയരുത്, അല്ലേ? അതല്ലേ വേണ്ടേ? പൊട്ടത്തരം അന്നേരം നമ്മളെ ആൻസേഴ്സ് കൊടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ലാഗായി പോകും. കാരണം അവരെത്ര ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പിന്നെയും പിന്നെ റിവൈൻഡ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ പറയാ. അപ്പോഴത്തേക്ക് അവര് വേറെ എന്തെങ്കിലും കാര്യം നമ്മൾ പറയുന്നത് തെറ്റാണോ ഇല്ലയോ നമ്മൊന്നും ആലോചിച്ചിട്ടാണ് നമുക്ക് സംസാരിക്കുക. അപ്പോൾ ആളാളുടെ വഴിക്ക് പോകും ആലോചിച്ചത് വരുമ്പോ. ആലോചിച്ച് വരുമ്പോ സമയം പോകും. നമ്മൾ പറയുന്നത് പൊട്ടത്തനാണ് എന്നൊരു പേടി നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു പേടി ഇല്ലെങ്കിൽ നമ്മൾക്ക് ആരുടെ മുന്നിലും പോയി സംസാരിക്കാൻ പറ്റും. ശരിയല്ലേ? അത് നമുക്ക് നല്ലൊരു പ്രാക്ടീസ് ഉണ്ടാവുമ്പോ, അതായത് നമ്മൾ സ്ഥിരം ഇപ്പൊ മലയാളം ആണെങ്കിൽ തന്നെ നമ്മൾ ആദ്യം പഠിച്ച പോലെ അല്ലല്ലോ ഇപ്പൊ നമ്മൾ സംസാരിക്കുക. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ നമ്മൾ പറഞ്ഞ് സംസാരിച്ച് ഇടപെട്ട് അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആവും. പക്ഷെ അതിന്റെ ഇടയ്ക്ക് നമ്മൾ എന്താ പറയാ, നമ്മൾ മലയാളം തന്നെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻസി ഉണ്ടാവില്ല. അതാണ് നമ്മുടെ മെയിൻ റീസൺ. ഒരുപാട് ഇംപ്രൂവ് ചെയ്യണം, ഒരുപാട്. അത് തന്നെ നമ്മൾ സംസാരിക്കുമ്പം, ഇല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ, അതുപോലൊരു കമ്മ്യൂണിറ്റിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ജസ്റ്റ് എന്താ പറയാ, നമ്മളോട് എപ്പോഴും കമ്മ്യൂണിക്കേറ്റഡ് ആണെങ്കിൽ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പ് ഒക്കെ വന്ന് വല്ലപ്പോഴും ഒക്കെ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താ പറയാ, പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളെപ്പോലുള്ള വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, പക്ഷെ നമ്മളിപ്പോ ഇന്ത്യക്ക് പുറത്തു പോയി എന്ന് വിചാരിക്കും. ഒരു ഇംഗ്ലീഷ് അറിയാത്ത ഒരാള് ഇന്ത്യക്ക് പുറത്തു പോയി, പക്ഷെ അയാൾ അവിടെ ജീവിക്കും. എന്ത് പൊട്ടത്തരം പറഞ്ഞ് ജീവിക്കും. അതെ, അതാ ഞാൻ പറഞ്ഞേ. നമുക്ക് എന്താ പറയാ, പ്രാക്ടീസ് ഡേ ബൈ ഡേ ഇങ്ങനെ പ്രാക്ടീസ്ഡ് ആണെങ്കിൽ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾ വരും. ഇതിപ്പോ നമുക്ക് എന്താ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു കഴിയുമ്പോൾ പിന്നെയും നമ്മൾ ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ തന്നെ പോയി നിൽക്കും. ഇവിടെ നമുക്ക് പ്രാക്ടീസ് അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടീസ്. അത് മാത്രമല്ല, നമ്മൾ പഠിക്കുന്ന കാര്യം ഗ്രാമർ ഓക്കെ അറിയാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഗ്രാമറിൽ ചെറിയ മിസ്റ്റേക്സ് കാര്യങ്ങൾ നമ്മൾ വരുത്തുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ഒരു സെന്റൻസ് കറക്റ്റ് ആയിട്ട് പറയുമ്പോൾ അയ്യോ ഞാൻ പറയുന്നത് കറക്റ്റ് ആണോ ഇല്ലയോ എന്നൊരു പേടി വരുന്നത്. മനസ്സിലായോ? കറക്റ്റ് ആയിട്ട് ആ ഗ്രാമർ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഷുവർ ആണെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ തെറ്റല്ല എന്ന് കോൺഫിഡന്റ് ആണെങ്കിൽ നമുക്ക് ആരുടെ മുന്നിൽ പറയാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ നമ്മൾ പഠിച്ച ഗ്രാമർ അത് കറക്റ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യണം. പ്രാക്ടീസും ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റൂ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ പ്രശ്നം. ശരിയാണ്. ഓക്കെ, ഇപ്പൊ നമ്മളൊരു കാര്യം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുക്കിംഗ്, നമ്മൾ എല്ലാവരും കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ? മാരേജിന് മുൻപ് കുക്ക് ചെയ്ത പോലെയല്ല മാരേജ് ശേഷം നമ്മൾ കുക്ക് ചെയ്യാം. ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുമ്പോൾ എന്താണ് കറക്റ്റ് ആയിരിക്കോ? ഇല്ല. പക്ഷേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കേട്ടത് മനസ്സിലായി, അറിയാം അത് അവിടെ അത് ഇങ്ങനെ ചെയ്താലാണ് കറക്റ്റ് ആവാം അല്ലെ? ഇത്രയും നമ്മൾ മുളക് ഇട്ടാലാണ് കറക്റ്റ് ആവുന്നത്. 2 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ 2 ടീസ്പൂൺ തന്നെ ഇടണം. അപ്പൊ ഓക്കെ, നമുക്ക് ഏകദേശം ഒരു കറി വെക്കാൻ അറിയാം, കേട്ടപ്പോ അറിയാം. ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്ന് ആലോചിച്ച് നോക്കിയേ. മിസ്റ്റേക്ക് വരും. മിസ്റ്റേക്ക് വരും. അപ്പൊ നമ്മൾ കേട്ടത് അറിഞ്ഞതും ആയിരിക്കില്ല നമ്മൾ ചെയ്യുമ്പോ വരാം. അത് ചെയ്താണ് നമ്മുടേതായ രീതിയിൽ നമ്മളത് ഇംപ്രോവൈസ് ചെയ്താണ് ഒരു നല്ലൊരു പെർഫെക്റ്റ് ഡിഷ് റെഡി ആയിട്ടിരിക്കും അല്ലെ? അത് കഴിച്ചവർ നല്ലതാന്ന് പറയുന്നതും അപ്പോഴാണ്. നമ്മൾക്കത് നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണ് എന്നൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഡിഷ് പ്രിപ്പയർ ചെയ്ത് ഒരാൾക്ക് സെർവ് ചെയ്യുള്ളൂ. ശരിയല്ലേ? ശരിയാണ്. അതാണ് ലാംഗ്വേജ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തുകൊണ്ട് ഒരാളോട് പറയുന്നില്ല, അതിന്റെ റീസൺ അതാണ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അത് കാര്യം പഠിച്ചിട്ടില്ല. അറിയാം, കുറച്ചൊക്കെ അറിയാം, പക്ഷേ അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് പോലും ഇപ്പോ നിങ്ങൾക്ക് അത് അത്രയും ഷുവർ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരാളോട് ഒരു സെന്റൻസ് പോലും സംസാരിക്കാതെ. അതിൽ പ്രാക്ടീസ് കുറവുണ്ട്, കറക്റ്റ് ഗ്രാമർക്ക് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. ഇതുള്ളത് കൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത്. ഓക്കെ,
ഇനി അശ്വതി എന്നാണ് കേട്ടോ, ഇംഗ്ലീഷ് ടീച്ചറാണ്. വല്ലപ്പോഴേ കാണുള്ളൂ, എപ്പോഴും കാണില്ല, വല്ലപ്പോഴും ഞാൻ ഇങ്ങനെ വന്നു പോകും. ഓക്കെ, അപ്പോ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് മനസ്സിലായോ? ശരിയാണ്, ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ? ഇന്ന് റെസ്പോണ്ട് ചെയ്യും എല്ലാവരും. റെസ്പോൺസ് വളരെ കുറച്ചുള്ളല്ലോ. സ്റ്റുഡൻസ് അത്യാവശ്യം ഉണ്ട്, പക്ഷെ റെസ്പോൺസ് ഇല്ല. ക്ലാസ്സിലുണ്ട്, എല്ലാവരും ബോറിംഗ് ആണ് ക്ലാസ്. ഇവിടെ കുറച്ച് പേര് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. എല്ലാ ക്ലാസ്സിലും പൊതുവെ ഇങ്ങനെ തന്നെയാണ്. അത് ഞാൻ ഇവിടെ പറയുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇപ്പോ 40 ഏകദേശം 40 സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സിൽ ഇപ്പോൾ ഉണ്ട്. ഇതില് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരുണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവർ കുറച്ച് ഗ്യാപ്പ് കഴിഞ്ഞ് ജോയിൻ ചെയ്തവരുണ്ടാകാം. നമ്മുടെ എന്താണ് ഗ്രാജുവേഷനെ കഴിഞ്ഞ് കുറെ ഗ്യാപ്പ് എടുത്തിട്ട് വന്നവരുണ്ടാകാം. പിന്നെ കുറച്ചുകൂടി ഇംഗ്ലീഷ് അറിയാവുന്നവര്, ഗ്രാമേഴ്സ് ഒക്കെ അത്യാവശ്യം കുറച്ചെങ്കിലും അറിയാവുന്നവരുണ്ടാകാം, കുറച്ചൊക്കെ സംസാരിക്കുന്നവരുണ്ടാകാം. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. അല്ലെ? അപ്പൊ ആസ് എ ടീച്ചർ ഞാൻ എന്താ ചെയ്യണ്ടേ? അഭിമി വന്നാൽ നിങ്ങളോട് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നമുക്ക് സംസാരിക്കുവോ? ഇല്ല. എന്നാലോ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം? നല്ലോണം സംസാരിക്കണം അല്ലേ? തിരിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരു മലയാളികൾ പോലും ഉണ്ടാവില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. പക്ഷേ കഷ്ടപ്പെടാൻ തയ്യാറായ മലയാളികൾ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അത്രയേ ഉള്ളൂ. കൈ നനയാതെ മീൻ എങ്ങനെ പിടിക്കാം എന്ന് ചിന്തിക്കുന്ന മലയാളികളെ കൂടുതലും. അതെ, മടിയന്മാരാണ്, നമ്മളെല്ലാവരും മടിയന്മാരാണ്. എന്നാലും എല്ലാം കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പക്ഷെ കൈ നനയാതെ മീൻ കിട്ടിയില്ല, അത് മനസ്സിലാക്കുക ആദ്യം. തയ്യാറാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാം, ഒരു സീക്രട്ട് അല്ല, ഒരു സത്യം ഞാൻ പറയാം. ഇപ്പൊ ക്ലാസ്സിൽ അറൌണ്ട് 40 സ്റ്റുഡൻസ് ഉണ്ട്. അത് ഇന്നത്തെ ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഇത്രയും സ്റ്റുഡൻസ് ഒക്കെ വരുന്നത്. കുറച്ചുകൂടെ ഞാൻ പഠിപ്പിച്ചെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. മനസ്സിലായോ? സ്വാഭാവികമാണ്, ബോറടിക്കും. സോ ഇത്രയും സ്റ്റുഡൻസ് പിന്നീട് അങ്ങനെ ഉണ്ടാവില്ല. ഇതെല്ലാം ഞാൻ സ്ഥിരമായി കാണുന്ന ഒരു കാഴ്ചയാണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹം പറയുന്നത് ഇപ്പോ കുറച്ച് പേരുണ്ടല്ലോ, അവരൊന്നും ആ ടൈം ഉണ്ടാവില്ല. അങ്ങനെയും ഒരു കാര്യമുണ്ട്. നമ്മള് ക്ഷമയോടുകൂടി പഠിക്കുക. ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും. ഇംഗ്ലീഷ് നമ്മൾക്ക് കുറച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ്, എന്നാൽ ഭയങ്കര പേടിയുമാണ്. ഇത് രണ്ടുണ്ട്. ഈ പേടിക്കുന്നത് കൊണ്ടാണ് കുറെയൊക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റാത്തത്. മനസ്സിലായോ? നമ്മൾ ലാംഗ്വേജ് ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ കുറച്ചൊന്ന് കഷ്ടപ്പെടണം, കുറച്ചധികം കഷ്ടപ്പെടണം. വെറുതെ കിട്ടില്ല കേട്ടോ. വെറുതെ ഒരിക്കലും ഒരു ലാംഗ്വേജ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ഇംഗ്ലീഷ് എന്താണെന്ന് അറിയാൻ സംസാരിക്കാൻ പറ്റാതെ ചെറുപ്പം മുതലേ നമ്മൾ പേടിച്ചൊരു ലാംഗ്വേജ് ആണ്. മനസ്സിലായോ? പേടിച്ചാണ് വളർന്നത്. ഇംഗ്ലീഷ് എക്സാം വരുമ്പോൾ സ്കൂൾ ടൈമിൽ എക്സാം വരുമ്പോൾ ഇംഗ്ലീഷാണ്. അന്ന് മുതലേ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സാധനം പേടിയാണ്. ആ ലാംഗ്വേജ് ഭയങ്കര പേടിയാണ്. ഗ്രാമർ കേട്ടാൽ തന്നെ ഓർക്കാൻ വരും. പൊതുവെ എങ്ങനെയാണ്, ഭയങ്കര ബോറിംഗ് ആണ്. എനിക്ക് അങ്ങനെയായിരുന്നു. ഗ്രാമർ കേട്ടത് നോക്കി ഗ്രാമർ. പക്ഷേ ഗ്രാമർ എത്രയോ ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് അറിയോ? എല്ലാവരും പറയും ഗ്രാമർ ഇല്ലാതെ സംസാരിക്കാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, സംസാരിക്കാൻ പറ്റും. അത് ആ കൺട്രിയിൽ പോകണം. ഇന്ത്യക്ക് പുറത്തു പോയാൽ മാത്രമേ നമ്മൾ ഗ്രാമർ ഇല്ലാതെ സംസാരിക്കൂ. അല്ലാതെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഒരിക്കലും ഗ്രാമർ ഇല്ലാതെ നമ്മൾ ആരോട് സംസാരിക്കില്ല. കാരണം എന്താണെന്നറിയാം, നമ്മള് കുറച്ച് പെർഫെക്ഷനിസ്റ്റ് ആണ് മലയാളികൾ. പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഒരാളോട് സംസാരിക്കൂ. അതിന്റെ ഒരു കാര്യം അല്ലെ? ഡ്രസ്സിങ് ആണെങ്കിൽ നമ്മൾ ഡ്രസ്സ് ചെയ്ത് ഇറങ്ങുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ മാത്രമേ ആ ഡ്രസ്സ് നമ്മൾ വെയർ ചെയ്യുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോ ഗ്രാമർ പഠിക്കാം. കറക്റ്റ് ആണ് ഗ്രാമർ പഠിക്കാം. ഇന്ന ഓക്സിലറി ഇതിന്റെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഷുവർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, എനിക്കറിയാം എന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയണമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അത്രയും നോളജ് ഉണ്ടാവണം അല്ലെ? അല്ലാതെ ഓക്കെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, അവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് എന്ന് പറയുന്നതും എനിക്കത് അറിയാം ഷുവർ ആണ് എന്ന് പറയുന്നത് രണ്ടാണ്. ഓക്കെ, അത്രയും ഷുവർ ആയിട്ട് നിങ്ങൾക്കത് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ബൈഹാർട്ടല്ല,
മനസ്സിലാക്കി പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു സെന്റൻസ് അല്ല ഒരുപാട് സെന്റൻസ് ഒരാളുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. പറ്റില്ലേ? പറ്റും. പഠിപ്പിക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണോ? പഠിക്കാൻ ഞാൻ റെഡിയാണ്. റെഡി? ഓക്കെ. റെഡിയാണ് മാം. കുറച്ചുപേരെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാട്ടോ. ക്ലാസ്സിൽ എല്ലാ ക്ലാസ്സിലും ജോയിൻ ചെയ്യും. റെഡിയാണ്. ഗ്രാമർ ആണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഗ്രാമർ സിമ്പിൾ ആണ്. ഓക്കെ, ഭയങ്കര സിമ്പിളാ. നല്ല രസം പഠിക്കാനായിട്ട്. ഒട്ടും ബോറടിക്കില്ല. പ്രത്യേകിച്ച് ഞാൻ പഠിപ്പിക്കുന്നത് ബോറടിക്കില്ല. ഓക്കെ, സിമ്പിൾ ആട്ടോ. നന്നായിട്ട് പഠിക്കാം. ഗ്രാമർ പഠിക്കാം. ഗ്രാമറിന്റെ കൂടെ നമുക്ക് സംസാരിക്കാം. സംസാരിക്കുന്ന എല്ലാവരും ഞാനൊരു ടോപ്പിക് ഒക്കെ തരും, പ്രസന്റ് ചെയ്യാം. അതൊക്കെയാണ് നമ്മുടെ പണി. ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇംഗ്ലീഷ് ക്ലാസ്സിൽ. ഇതുപോലെ സംസാരിക്കാം, റിലാക്സ് ചെയ്ത് ടെൻഷൻ അടിക്കാതെ കൂളായിട്ട് സംസാരിക്കാം. ബിക്കോസ് നമുക്ക് ഇംഗ്ലീഷിന്റെ എക്സാം ഇല്ല അല്ലേ? നമുക്കൊരു ലാംഗ്വേജ്, നമുക്കൊരു സ്കില്ലാണ് അല്ലെ? ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ക്ലാസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതാണ് എന്റെ മെയിൻ ഫോക്കസ്. നമുക്ക് ഇല്ലാത്ത സംഭവം ഞാൻ പറയാം. ഇംഗ്ലീഷ് സംസാരിക്കണം, അതൊരു ആഗ്രഹമാണ്. അപ്പൊ ഇംഗ്ലീഷ് അറിയില്ല, ഗ്രാമർ കുറച്ചൊക്കെ അറിയുള്ളൂ. നിങ്ങൾ ഗ്രാമർ അത്രയും കംപ്ലീറ്റഡ് അല്ല. കോൺഫിഡൻസ് വളരെയധികം കുറവാണ്. ഓക്കെ, ഇപ്പൊ നിലവില് ഇത്രയും സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടെങ്കിൽ കുറച്ച് പേര് മാത്രമേ എന്നോട് സംസാരിച്ചുള്ളൂ. അതിനർത്ഥം എന്താണ്? അവർക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പോലും പേടിയാണ്. ഓക്കെ, പേടിയല്ല, ഒരു എന്തോ ഒരു പ്രശ്നം അല്ലെ? അൺമ്യൂട്ട് ചെയ്യണോ, സംസാരിക്കണോ, ഞാനെങ്ങനെ സംസാരിക്കും, ഞാൻ സംസാരിച്ച് അവരെന്ത് വിചാരിക്കും, അതൊക്കെയാണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. കുറെ കഴിയുമ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് സംസാരിക്കാൻ പറയും. അപ്പൊ അതിനും പേടി വരും. മനസ്സിലായോ? ഇത്രയും പ്രശ്നങ്ങളെ ഞാൻ തരാം, സോൾവ് ചെയ്തിട്ട് വേണം നിങ്ങളൊന്ന് റെഡി ആക്കിയിട്ട് വേണം. കുറച്ച് പണിയുണ്ട്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണം, കോപ്പറേറ്റ് ചെയ്യണം. നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ ക്ലാസ് ആണ്. ലിമിറ്റ്സ് ഉണ്ട്, എനിക്ക് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ പിക്കും എനിക്ക് ഇവിടെ നോക്കിയാൽ പ്രൊഫൈൽ നെയിമും മാത്രമേ കാണാൻ പറ്റൂ. നിങ്ങൾ ക്ലാസ്സിലുണ്ടോ, ക്ലാസ് കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്ക് ഇവിടെ നിന്ന് അറിയാൻ പറ്റില്ല. റെസ്പോൺസ് വരുമ്പോൾ മാത്രമാണ് ഓക്കെ ക്ലാസ്സിലുണ്ട് എന്നറിയാൻ പറ്റുക. മനസ്സിലായോ? അതുകൊണ്ട് ക്ലാസ്സിൽ ഇംഗ്ലീഷ് നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഗ്രാമർ പഠിക്കാൻ റെഡി ആവാം. ഫസ്റ്റ് ഗ്രാമർ പഠിക്കാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഫസ്റ്റ് ടൈം അല്ല, നമ്മൾ കേട്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഗ്രാമർ. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല. ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഗ്രാമർ. എല്ലാവർക്കും എനിക്കും അങ്ങനെയായിരുന്നു. ഫാസ്റ്റ് ആണ് കേട്ടോ. പഠിച്ചു വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ചോദിച്ചാലും ഞാൻ പറഞ്ഞു. ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചാലും ഞാൻ പറയും. കാരണം അത് ഇഷ്ടമായി എനിക്ക്. അതേപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം. കഷ്ടപ്പെട്ട് പഠിക്കണ്ട, ഇഷ്ടപ്പെട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഗ്രാമർ പഠിക്കണം. അതിനുശേഷം എല്ലാവരെയും കൊണ്ട് ഞാൻ പറയിപ്പിക്കും. അൺമ്യൂട്ട് ചെയ്യണം, അതിനൊരു കോൺഫിഡൻസ് വരണം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത് പിന്നെ ഒരു പ്രാവശ്യം അൺമ്യൂട്ട് ചെയ്താൽ ഞാൻ പിന്നെ നിങ്ങൾ ഫുൾ ടൈം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കും. ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം ഒരു നിർബന്ധമില്ല. ഓക്കെ, അത് ഫസ്റ്റ് ആദ്യം തന്നെ ഞാൻ പറയാണ്. മിസ്സിന്റെ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ക്ലാസ് ആണ്, ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണോ എന്ന് വിചാരിച്ചാണ് ഞാൻ അൺമ്യൂട്ട് ചെയ്യാതിരുന്നേ എന്നൊരു ടോക്ക് വരും. ഒരിക്കലും വിചാരിക്കണ്ട കേട്ടോ. ആദ്യം എന്നോട് സംസാരിക്കൂ, നിങ്ങൾ എന്നോട് കംഫർട്ടബിൾ ആകുക ആദ്യം. അല്ലാതെ ക്ലാസ്സിൽ ടീച്ചർ വരെ പോയോ പേടിയാണ്, ടീച്ചർ എന്നെ വിളിക്കോ അങ്ങനെ പേടിച്ചൊരിക്കലിരിക്കല്ലേ. അതെന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊരു പേടിച്ചിട്ടല്ലേ? എന്നോട് സംസാരിക്കണ്ട, മലയാളത്തിൽ സംസാരിക്കാമല്ലോ. ഞാനും കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. എനിക്കുണ്ടായ പേടിയാണ് അതൊക്കെ. പോയിരിക്കുമ്പോ തന്നെ പേടിയാ, പേടിച്ചാ പോയിരിക്കുക. എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റില്ലല്ലോ, വിളിക്കില്ലേ എന്നായിരിക്കും പേടി. അതെന്താണ്? അവിടെ ഇംഗ്ലീഷ് കമ്പൽസറി ആണ്. മനസ്സിലായോ? ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ ആരെങ്കിലും അറ്റൻഡ് ചെയ്യുമോ? ഒന്ന് ആലോചിച്ച് വെക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും അറ്റൻഡ് ചെയ്യുമോ? ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആ ക്ലാസ്സിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പേടിയായിരിക്കും. ശരിയല്ലേ? ശരിയാണ്. ശരിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാം, എന്നോട് ഇത് സംസാരിക്കേണ്ട, ടൈം ആകുമ്പോൾ ഞാൻ പറയാം, അപ്പൊ സംസാരിച്ചാൽ മതി. ഓക്കെ, അപ്പോ മലയാളത്തിൽ സംസാരിക്കൂ. കുറച്ച് പേര് മാത്രം പറഞ്ഞു, ബാക്കി ആരൊന്നും മിണ്ടിയില്ല. കേൾക്കുന്നുണ്ടോ? ബോറടിച്ചോ ക്ലാസ്? കുറച്ചൊക്കെ ഞാൻ വർത്താനം പറഞ്ഞു. ബോറടിച്ചോ? ഇല്ല. ഇല്ല മാം.
ഇല്ല മാം. ഞാൻ പറയൂ, ആരാണ് ഹരിനന്ദന എന്നാണോ? ഞാൻ ഹരിനന്ദനയല്ല, ഹരിനന്ദനയുടെ അമ്മ സൂര്യ. ഓക്കെ. ഞാന് ഹൗസ് വൈഫാണ്, 2 കുട്ടികളുണ്ട്. ഞാന് നേഴ്സായിരുന്നു, കുട്ടികളായപ്പോ പോയില്ല. പിന്നെ എൻ്റെ കസിന് ഇതിൻ്റെ അകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഇപ്പൊ PG ചെയ്തുകൊണ്ടിരിക്കുന്നു. പുള്ളി പറഞ്ഞിട്ടാണ് ഇവിടെ ഡിപ്ലോമ ചെയ്തിരുന്നോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ? PG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീഹരി PG ആണോ? ഡിപ്ലോമ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ ഈ ബാച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ഇതിന്റെ ഇപ്പം കഴിഞ്ഞിട്ടില്ലേ, ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടില്ലേ, അതിന്റെ അത് ഏത് ബാച്ചാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ കംപ്ലീറ്റ് ആയ ബാച്ചാണോ ഡിപ്ലോമ? അതെ 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 അതെ, അവരുടെ അതില് PG. അപ്പൊ മോനാണ്, എന്റെ ചേച്ചിയുടെ മോനാണ്. അപ്പൊ മോൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പൊ ഇതിലേക്ക് ഞാൻ പിന്നെ നഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ ഡിസൈനറാണ്. അപ്പോ എല്ലാം കൂടെ അപ്പോ മോന് കുഞ്ഞാളാണ്, ഇളയാള് കുഞ്ഞാണ്. അപ്പൊ മോന് നോക്കാൻ വേണ്ടി എല്ലാത്തിൽ നിന്നും മാറി നിന്നപ്പോ ശ്രീഹരിയാണ് ഇത് പഠിക്ക് എന്നും പറഞ്ഞ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പം ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തു, കുഴപ്പമില്ല. ഇപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് കേട്ടപ്പോ എനിക്ക് ആദ്യം പേടിയായിരുന്നു. അപ്പോഴും ഞാൻ വെച്ചാൽ ലെഫ്റ്റ് അടിച്ച് പോയാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ച് വേണ്ട, ഇരുന്ന് കേൾക്കാം, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് സംസാരിക്കണം, അതുകൊണ്ടാണ് താല്പര്യമുണ്ട്. മനസ്സിലാകും, മറ്റുള്ളവർ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവരോട് നേരത്തെ കുറെ ഫ്രണ്ട്സ് പറഞ്ഞ പോലെ എനിക്ക് അവരോട് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ധൈര്യമില്ല, എങ്ങനെ വരുമെന്ന്. നമ്മളെ ആൾക്കാർ എന്നാലും അറിയാൻ വയ്യെങ്കിലും പറയാൻ നടക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളെ നോക്കുന്നത്. അതുകൊണ്ട് പേടിച്ച് ബാക്കിലേക്ക് മാറുന്നു. പക്ഷെ മനസ്സിലാവുന്നുണ്ട്, എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് അവരോട് സംസാരിച്ച് നിൽക്കാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ്. അപ്പം ഇത് വേണം, എനിക്ക് ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ് കേൾക്കാൻ. അപ്പം എനിക്ക് പഠിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ, അങ്ങനെ ചിന്തിക്കുക. പഠിക്കാനും പറ്റില്ല, പഠിച്ചെടുക്കണം. പ്രാക്ടീസ് ചെയ്യണം, അത് ഇമ്പോർട്ടന്റ്. പറയും കുറച്ചുകൂടെ കഴിയുമ്പോൾ നിങ്ങൾ അതൊക്കെ പറയോ? നിങ്ങൾ ക്ലാസ്സിൽ ഉണ്ടാവോ? കുറച്ച് ഇനി സ്മിത പറയാൻ പറ്റുന്നാണോ? മാം, എനിക്കും പഠിക്കണം. ഞാനിപ്പോൾ പുറത്താണുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്കൊരു കൊതിയുണ്ട് പറയാനായിട്ട്. പിന്നെ ഞാനും 6th ബാച്ച്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ 6th ബാച്ച് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. പിന്നെ എനിക്കും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതിന് ഞാൻ കുറേ യൂട്യൂബ് ചാനലിൽ കുറേ ടീച്ചേഴ്സിൻ്റെ കുറേ ക്ലാസ്സുകൾ കണ്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഈ ഇവിടെ ഇപ്പോൾ ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്യാമല്ലോ. എന്തായാലും എനിക്കൊരു ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും റെക്കോർഡ് ക്ലാസ് ഉണ്ടാവുമല്ലോ. അയ്യോ, റെക്കോർഡ് ക്ലാസ് ഇംഗ്ലീഷ് ഭയങ്കര ബോറിംഗ് ആണ്. അല്ല, ഞാൻ ഫുള്ളും റെക്കോർഡ് ക്ലാസ് തന്നെയാണ് കണ്ടത്. എല്ലാം റെക്കോർഡ് ക്ലാസ് കണ്ടാണ് ഞാൻ എക്സാം എഴുതിയത്. 95% മാർക്കുണ്ട്. പക്ഷെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്ര പോരാ, ഒട്ടും അറിയില്ല. അപ്പോൾ ഇവിടെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു കൊതി, അയ്യോ എന്താ ഈ കേൾക്കണേന്നുള്ളത്. നമുക്ക് സംസാരിക്കണം എന്ന് വല്ലാത്തൊരാഗ്രഹം. പിന്നെ അത് മാത്രമല്ല, നാട്ടിൽ വരുമ്പോൾ നമുക്ക് ഇപ്പം ഇവിടുത്തെ ജോലി കഴിഞ്ഞിട്ട് നാട്ടിൽ വരുമ്പോൾ എന്തെങ്കിലും ജോലി ഇപ്പം ഇതുപോലെ HRM-ൻ്റെയൊക്കെ ജോലിക്ക് കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ കയറണമെന്നുണ്ടെങ്കിലും നന്നായിട്ട് ഇംഗ്ലീഷ് വേണമല്ലോ. അപ്പം അത് എന്തായാലും പഠിച്ചെടുത്തേ പറ്റൂ, പഠിക്കണം. എന്തായാലും കഷ്ടപ്പെട്ട് ഞാൻ പഠിക്കും. എന്താ
ഓ പുറത്താണോ? ആ അതെ അതെ, ഞാൻ ഖത്തറിലാണുള്ളത്. അത് ഞാൻ ഗ്രാജുവേഷൻ ടൈമിലാണ് വന്നിരുന്നോ എന്നാ ചോദിച്ചത്. ഇല്ല, മനസ്സിലായി. ഓക്കെ ഓക്കെ സ്മിത, ആഗ്രഹമുണ്ട്, ആഗ്രഹിച്ചാൽ മാത്രം പോരാട്ടോ. ഇല്ലില്ല, ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെ പഠിക്കും, ഉറപ്പായിട്ട് പഠിക്കും. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, ചോദിച്ചു ഗ്രാജുവേഷൻ ടൈമിൽ വന്നാൽ കാണോ? കാണൂ കേട്ടോ, ഞാൻ ഉണ്ടാവും ഇവിടെ. കണ്ടാലും ഒന്ന് സംസാരിക്കണം, എനിക്ക് അറിയില്ല നിങ്ങളെ. എന്നെ കണ്ടാലും വരാ സംസാരിക്കാം. പേര് പറഞ്ഞാലും ചിലപ്പോ മനസ്സിലാവണമെന്നില്ല കേട്ടോ, കോഴ്സ് പറയണം. ഓക്കെ, ഇനി ആരാ? പറയൂ, സംസാരിക്കൂ എന്നോട്. ഒന്നും പറയാനില്ല, ആരും മിണ്ടുന്നില്ല. മാം, എന്റെ പേര് ഷിബില എന്നാണ്. അതിൽ നെയിം റിയാസ് പി കെ എന്നാണ് കൊടുത്തേക്കണേ. പക്ഷെ എനിക്കും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ കഴിഞ്ഞാണ്ട് ആണ് വന്നത്. പക്ഷെ എനിക്കും സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്, ഒരു പേടി. ആൾക്കാർ തെറ്റിദ്ധരിക്കോ, നമ്മൾ സംസാരിക്കുന്നത് ശരിയാവോ എന്നുള്ളൊരു പേടി കൊണ്ട് സംസാരിക്കാനുള്ളൊരു കുറവാണ്. എനിക്കറിയില്ല, ഷൈയും എല്ലാം പാടെ കൂടിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതും ലിറ്ററേച്ചർ പഠിച്ച കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറയുന്ന നാണക്കേടുമാണ്. ഞാൻ കുറെ സംസാരിക്കാൻ അറിയാം, പക്ഷെ പെട്ടെന്ന് എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അതിനുള്ള ഒരു ആൻസർ പറയാൻ കുറെ സമയം ആലോചിച്ചിരിക്കണം. അയ്യോ, എന്റെ തെറ്റിപ്പോവോ എന്നുള്ളൊരു പേടിയാണ്. സീരിയസ് ആയിട്ട് ഒരു പേടിയാണ് മനസ്സിനുള്ളിൽ എപ്പോഴും. തെറ്റിപ്പോയോ, ലിറ്ററേച്ചർ പഠിച്ചു കഴിഞ്ഞാൽ തെറ്റിച്ച് കളഞ്ഞാല് എന്താ എല്ലാവരും കരുതുക എന്നുള്ളൊരു എല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പക്ഷെ ഒരു കാര്യം കേട്ടോ, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മൾ എത്ര ക്വാളിഫൈഡ് ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നമ്മള് എത്രയോ ക്വാളിഫിക്കേഷൻ ഉണ്ട്, എനിക്ക് അങ്ങനെയുണ്ട് ഇങ്ങനെ ഡോക്ടറേറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. അത് ആദ്യം മനസ്സിലാക്കണം. കാരണം നമ്മള് സ്കൂൾ ടൈമിൽ പഠിച്ചത് സിലബസിന്റെ പ്രശ്നമാണ്. നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് എങ്ങനെയാണ് നമുക്ക് തന്നെ അറിയാവുന്നതാണ്, അല്ലെ? പൊതുവെ നമുക്കതിന്റെ ചെറുപ്പം മുതലേ കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളെക്കാട്ടിലും സംസാരിക്കുന്നവരെ കാണുമ്പോ അയ്യോ, ഒരു കോൺഫിഡൻസിന്റെ ഒരു കുറവും എല്ലാം കൂടെ ആവുമ്പോ എന്നെക്കൂടെ കഴിയൂല എന്ന് വിചാരിച്ച് അവിടെ നിൽക്കും. ഈ കോഴ്സ് എടുത്തപ്പോ തന്നെ എനിക്കിതില് ആകെ സന്തോഷം തോന്നിയത് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാലോ, നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാലോ എന്നൊക്കെ ഉള്ളൊരു ഇത് വന്നു. അതെ, പ്രാക്ടീസ്. ഞാനിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കുന്നുണ്ട്, മോണ്ടിസോറി എടുക്കുന്നുണ്ട്. അതിൽ ഇംഗ്ലീഷ് തന്നെയാണ്. എല്ലാവരും ആഗ്രഹം ഇതൊക്കെ തന്നെയാണ്, സംസാരിക്കണം എന്നാണ് എല്ലാവരും പറയും. പക്ഷെ ഈ സംസാരിക്കാൻ പറയുമ്പോൾ ആരും വിട്ടില്ല. അതെന്തുകൊണ്ടാ? തെറ്റിപ്പോന്നുള്ള പേടി കൊണ്ട്. ആ പേടി മനസ്സിലുള്ളിടത്തോളം ഗ്രാമറൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു, നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കില്ല. അതെന്തുകൊണ്ടാ? ആ ഭയം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് മെയിനായിട്ട്. മടിയുണ്ട്. അതല്ല മാം, നമുക്ക് വേറൊരു സ്ഥലത്ത് നിന്നിട്ട് നമ്മള് ആ ആളുകളോട് മിങ്കിൾ ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മൾ കുറെ ഇങ്ങനെ സംസാരിച്ച് ആ ഭാഷ നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മൾ തമിഴ് അറിഞ്ഞിട്ടാണോ തമിഴ് പറയണേ? തമിഴിന്റെ ഗ്രാമർ ഒന്നും അറിഞ്ഞിട്ടല്ല നമ്മൾ തമിഴ് പറയണേ. നമ്മൾ ആ തമിഴ്നാട്ടിൽ ചെന്ന് കുറച്ച് ആൾ കഴിഞ്ഞാൽ തന്നെ നമ്മൾ തമിഴ് സംസാരിക്കാൻ പഠിക്കും. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ഒരിക്കലും സംസാരിക്കുന്നില്ല. അതാണ് പ്രശ്നം, പേടി. അതില് നമുക്ക് തമിഴും മലയാളമൊക്കെ കണക്ഷൻ ഉണ്ട്. കണക്റ്റഡ് ആണ്, പക്ഷെ ഇംഗ്ലീഷ് ഒന്നും കണക്റ്റഡേ അല്ല. കണക്റ്റഡ് അല്ല. അതില് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നതൊക്കെ വ്യത്യാസമാണ്. നമ്മുടെ മദർ ടങ്, നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പൊ മദർ ടങ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓരോ വേർഡ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ നമ്മ മലയാളം അതിൽ കയറുന്നുണ്ട്. അതൊന്നും കറക്റ്റേ അല്ല. ഫസ്റ്റ് നമ്മൾ അതെല്ലാം മാറ്റണം. പിന്നെ ഒരു കാര്യം, ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഈ നാണക്കേട് എന്ന് പറയുന്ന സാധനമുണ്ട്, അതാണ് മാറ്റാം. അയ്യോ, അവര് ഇത് വിചാരിക്കും ഒരു നാണക്കേടാണത്, നമുക്ക് മോശമാണ്. ആ സംഭവം ആദ്യം മാറ്റാം. ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യമാണ്. ആൾക്കാർ എന്ത് പറയും എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മൾ ജീവിക്കരുത്. മനസ്സിലായോ? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയില്ല ജീവിക്കുക, നമുക്ക് വേണ്ടിയാണ്. എന്റെ പേരോ, എന്റെ പേര് അശ്വതി. ഇനി വാക്കിയത് കേട്ടോ, എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. ഓക്കെ, അവരെന്ത് പറയും, ഇവരെന്ത് പറയും,
എന്ന് നമ്മൾ ചിന്തിക്കേ വേണ്ട. അതിന്റെ ആവശ്യമില്ല. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കൂ, നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ അവർ കളിയാക്കുന്നുണ്ടെങ്കിൽ അവർക്കത് പറയാൻ പറ്റാത്തതിന്റെ ഒരു വിഷമാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. അല്ലാതെ ഞാൻ പറയുന്ന ഇംഗ്ലീഷ് തെറ്റാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടല്ല നമ്മൾ കളിയാക്കുന്നത്. അത് ആദ്യം ഒന്ന് ആലോചിക്കോ. അത് നമ്മൾ സംസാരിച്ചു പോകും. ഇംഗ്ലീഷ് ഒട്ടും അറിയാതെ ഒരാളോട് നമ്മൾ സംസാരിച്ചു പോകും. അവനത് കളിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പറഞ്ഞതിന്റെ ഒരു അസൂയാണ്. ഇംഗ്ലീഷ് സംസാരിച്ചു എന്ന് പറഞ്ഞതിന്റെ അസൂയാണ്. അതങ്ങനെ ആ പഠിക്കുന്നത് നമ്മൾ നന്നാവുന്ന ആവശ്യമല്ല. അങ്ങനെ വിചാരിക്കും. അതാണ് ആദ്യം മാറ്റേണ്ട ഒരു സാധനം. അതാണ് മാറ്റാം. ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചോട്ടെ, വിചാരിക്കുകയുള്ളൂ, നമുക്കൊന്നും പറ്റുന്നില്ലല്ലോ, വിചാരിക്കട്ടെ. അങ്ങനെ വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ലാംഗ്വേജ് വൈസ് അല്ല, അല്ലാതെയും നമുക്ക് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാകും, അച്ചീവ്മെന്റ്സ് ഉണ്ടാകും ഒരുപാട്. ആ അച്ചീവ്മെന്റ് തന്നെ മാറ്റിയാൽ മാത്രം. ഓക്കെ ഓക്കെ ആണ്. അപ്പോ ഞാൻ എന്റെ കാര്യം പറയാം. ഞാൻ പഠിപ്പിക്കുന്ന ഗ്രാമർ ആണ്. കുറച്ച് പേർക്ക് ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കുകയാണെ, ബേസിക് അറിയാത്തവർ എത്ര പേരുണ്ട്? ജെന്യുവൻ ആയിട്ട് റിപ്ലൈ ചെയ്യൂട്ടോ, റെസ്പോണ്ട് ചെയ്യുക, ജെന്യുവൻ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. അറിയില്ല എന്ന് പറഞ്ഞാല് ക്ലാസ്സിൽ ഇരിക്കുന്നവർ കളിയാക്കോ എന്നൊരു ചിന്ത ഒന്നും വേണ്ട. അറിയില്ലെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടി ചോദിക്കുന്നതാണ്. ബേസിക് അറിയാത്തവർ എത്ര പേരുണ്ട്? മാം തന്നെ ബേസിക് അറിയാത്തത്. Ma'am, good afternoon. Yeah, good afternoon. I know basic grammar. I am coming from Calicut. My name is Reena. I already attended the 8th batch hospital administration, and I already attend the job sir class. So I improve to language, English language, so beautifully. So I thank for Smartshri Education, and now rejoin the HRM. I am a working woman. I am at 46, 45 already. I have 2 children. Now I am studying this course, very interesting. So I continue this end of this course. And ma'am, thank you. Okay, yeah. English മാത്രമല്ല ഇംപ്രൂവ് ചെയ്തിരിക്കുന്നേ. Your confidence also. Confidence ആയെങ്കിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റൂ. I imagine long because but suddenly break communication. That problem. I write fluently, I speak fluently, but suddenly reply, that is problem. Yeah, there's a big problem. Okay, yeah. Clear, Reena, clear ആണ്. Okay, റീനയ്ക്ക് അത്യാവശ്യം ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ജോബ്സാണ് ക്ലാസ് കേട്ട ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ജോബ്സാണ് പറയാട്ടോ. Okay. Okay. We are friends. Oh, friends ആണ്. അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ആണ്. Okay. Okay, ma'am. Yeah. Nice to meet you. Yeah, okay. അപ്പോ 8th ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ട്, 5th ബാച്ചിലെ സ്റ്റുഡൻസ് ഉണ്ട്. ഓക്കെ, ഈ ടെക്സ്റ്റ് ചെയ്യുന്നത് തന്നെ നല്ലൊരു കാര്യമല്ല. അത് അന്വേഷണം ചെയ്തൊന്ന് സംസാരിച്ചേ. രമ്യ, നമ്മളെല്ലാവരും വാട്സപ്പ് ചാറ്റ് ചെയ്യുന്നവരാണല്ലേ? മാഡം വാട്സപ്പില് ഇംഗ്ലീഷ് എന്താണ് ടെക്സ്റ്റ് അല്ലേ കൂടുതലും ചെയ്യാറ്, ആണോ? അല്ല, നമ്മള് വായിക്കാനും എഴുതാനും ഒക്കെ നമുക്ക് അറിയാം. നമുക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനൊക്കെ അറിയാം, വായിച്ച് എന്താണെന്നുള്ളത് അറിയാം. പക്ഷെ നമുക്ക് ഒരാളോട് സംസാരിച്ച് അവരെ എങ്ങനെ കൺവിൻസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളത് പറയുന്നത് തെറ്റുമോ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഗ്രാമർ വൈസ് പണ്ട് തൊട്ടേ ഗ്രാമർ പഠിക്കുന്നത്, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്യാനുള്ള ഒരു പേടി, കാരണം നമ്മൾ പറയുമ്പോൾ അത് തെറ്റിപ്പോകുമോ എന്നൊക്കെയുള്ള ഒരു പ്രശ്നം. ഇപ്പൊ ഇത് പഠിച്ചാലും നമ്മള് ജോലിക്ക് പോവുകയാണെങ്കിൽ തന്നെ
നമ്മൾ ചിലപ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് പറയാൻ അറിയത്തില്ല. അല്ലാതെ നമ്മളത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും, എന്താണേലും നമുക്കത് മനസ്സിലാവും. പക്ഷെ സംസാരിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഓക്കെ, എല്ലാവർക്കും സംസാരിക്കുമ്പോഴാണ് പ്രശ്നം. ഓക്കെ, അതെ. നമുക്ക് എല്ലാം നമുക്ക് വായിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരും പറഞ്ഞു. ഓക്കെ, ഇപ്പോ ഇംഗ്ലീഷ് Ma'am, after a +2 course, after a pre-degree, I had a long break, 28 years back. So I joined this course, and now working woman, I am so incredibly busy. So I enjoying this course if I have the time. Okay. Yeah. Okay. Yeah. Rina. Okay. So ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് പറഞ്ഞു അല്ലെ. ഇംഗ്ലീഷ് ബുക്കോ ന്യൂസ് പേപ്പറോ കിട്ടിയാൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, അവരെന്താ പ്രതീക്ഷിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഒരു ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തൊരു കുട്ടി ഇംഗ്ലീഷ് കുറച്ച് ഒരു എസ്സേ എഴുതിയെന്ന് വിചാരിക്കുക, നിങ്ങളെ കൊണ്ട് കാണിക്കുകയാണ്. നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? റെസ്പോണ്ട് ചെയ്യൂ. പറ്റും മാം. പറ്റും 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 മാം. പറ്റാത്തവരുണ്ടോ? പറ്റില്ല എന്ന് പറയുന്നവരുണ്ടോ? എസ് മാത്രം പറഞ്ഞാൽ പോരാ, നോവും പറയാം. ബോൾഡായിട്ട് നോവും പറയാൻ പഠിക്കണം. അതില് ഗ്രാമർ മിസ്റ്റേക്സ് ഉണ്ടാകാം, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടാകാം, എല്ലാം ഉണ്ടാകും അല്ലെ. സെന്റൻസ് വൈസ് മിസ്റ്റേക്സ് വരാം. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ഒരു എസ്സേ ആയിട്ട് കൊടുക്കാൻ പറ്റൂ ഇല്ലയോ? ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ. മുഴുവനായിട്ട് പറ്റില്ലെങ്കിലും അത്യാവശ്യം പറ്റും. കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റും കുറച്ചൊക്കെ. ഒന്ന് ടെസ്റ്റ് ചെയ്തല്ല റെസ്പോൺസ് ഒന്ന്. Ma'am, I can't clear your question. I can't clear. Yeah. Suppose ഒരു ഇംഗ്ലീഷ് അറിയാത്തൊരു കുട്ടി നിങ്ങൾക്ക് ഒരു എസ്സേ നോട്ട്, അവൻ എഴുതിയൊരു നോട്ട് കൊണ്ടുതരാണ്. ചേച്ചി ഇത് നോക്കിത്തരൂ, ടീച്ചർ ഇത് നോക്കിത്തരൂ എന്ന് പറഞ്ഞ് കൊണ്ടുവരാണ്. അതിൽ ഒരുപാട് ഗ്രാമർ മിസ്റ്റേക്സ് വരും. അവന് ഇംഗ്ലീഷ് അറിയില്ലല്ലോ, സെന്റൻസ് വൈസ് മിസ്റ്റേക്സ് വരാം, സ്പെല്ലിംഗ് വൈസ് മിസ്റ്റേക്സ് വരാം. അങ്ങനെ ഒരുപാട് മിസ്റ്റേക്സ് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് കറക്റ്റ് ചെയ്ത് ഒരു പെർഫെക്റ്റ് ആയിട്ട് എസ്സേ ആയിട്ട് നിങ്ങൾക്ക് അവന് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ, കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. Yes, ma'am. 90% I will do. I will do this. I will do. ഒരു 50% ഒക്കെ ചെയ്യാൻ പറ്റും. നമുക്കും ഗ്രാമർ ആണല്ലോ പ്രശ്നം. ഒരു 50% പറ്റും. 50% പറ്റും, 100% പറ്റില്ല. റീസൺ 90-95% I will do this. റീനക്ക് പറ്റും. റീന ഓക്കെ ആണ്. ഞാൻ പറഞ്ഞു മിക്സഡ് ടൈപ്സ്. മാം സിമ്പിൾ ലാംഗ്വേജ് ആണെങ്കിൽ പറ്റും. സിമ്പിൾ ലാംഗ്വേജ് നമുക്ക് ഇന്റർമീഡിയറ്റ് വരെ പോവാം. അഡ്വാൻസ് നമുക്ക് എത്താൻ ചാൻസ് വളരെ കുറവാണ്. ഇന്റർമീഡിയറ്റ് വരെ നമുക്ക് പോവാം. It's difficult to correct. Yeah. Okay. So അത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗ്രാമർ കറക്റ്റ് ആയിട്ട് അറിയില്ല എന്നാണ് കേട്ടോ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമല്ല. ഓക്കെ, ഗ്രാമർ കറക്റ്റ് ആയിട്ട് അറിയില്ല. അത് 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 വളരെയധികം കുറച്ച് പ്രോബ്ലം അല്ലേ? ഒരു ലാംഗ്വേജ് പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്തൊക്കെ എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്ന് അറിയുന്നത് അത്യാവശ്യമല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആവശ്യമാണോ അല്ലേ? ആവശ്യമാണ്. അതെ അതെ ആവശ്യമാണ്. ആവശ്യമാണ്. അപ്പൊ ഗ്രാമർ എങ്ങനെയാ പഠിക്കണ്ടേ? ബിഗിനിങ് തുടങ്ങി പഠിക്കണോ അല്ലെങ്കിൽ ജസ്റ്റ് ടെൻസ് മാത്രമായിട്ട് പഠിക്കണോ? എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങള്? ബിഗിനിങ് തൊട്ട് വേണം പഠിക്കണം. അതാവുമ്പോ എല്ലാവർക്കും പഠിക്കാമല്ലോ ഒന്നുകൂടെ. ബിഗിനിങ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതില് മിക്സഡ് ആണ്.
ഓക്കെ, ബിഗിനേഴ്സ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് ലെവൽ ഉണ്ട്, അഡ്വാൻസ്ഡ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, കുറച്ച്. ഓക്കെ, അപ്പോ നമുക്ക് പഠിപ്പിക്കേണ്ടത് ബിഗിനേഴ്സിനെ ഫോക്കസ് ചെയ്താണ് അല്ലെ. അറിയാവുന്നവര് അതൊന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക, അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ പഠിപ്പിക്കണം, മസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ബിഗിനിങ് തുടങ്ങി നമുക്ക് ക്ലാസ് എടുക്കുന്നതാണ്. ഗ്രാമർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഗ്രാമറിൽ നിന്ന് തുടങ്ങി ടെൻസ് വരെ, ടെൻസ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ സംസാരിച്ചു തുടങ്ങാം. ഓക്കെ, ടെൻസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെ സംസാരിക്കാം. പ്രസന്റ് ടെൻസ് വെച്ചിട്ടാണോ, പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണോ, ഫ്യൂച്ചർ ടെൻസ് വെച്ചിട്ടാണോ സംസാരിക്കേണ്ടത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. മലയാളത്തിലാണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുന്നത് ടെൻസ് വൈസ് ആണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ് അല്ലേ, ആണ്. കാരണം മലയാളം നമ്മൾ കേട്ട് പഠിച്ച ലാംഗ്വേജ് ആണ്, തിയറിറ്റിക്കൽ അല്ല നമ്മൾ പഠിച്ചത്, മനസ്സിലായോ? പ്രാക്ടീസ് ചെയ്ത് പഠിച്ച ലാംഗ്വേജ് ആണ്. അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിൽ നമുക്കിപ്പോ തിയറി പഠിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. പിന്നെ ക്ലാസ് എടുക്കുമ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്യാൻ ശ്രദ്ധിക്കാട്ടോ. അറിയാമെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും, നിങ്ങൾക്കൊന്നും ക്ലിയർ ആവില്ല. സോ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചോദിച്ചതിന് ശേഷം മ്യൂട്ട് ആകാം. ഓക്കെ, അതിന്റെ സ്വിച്ച് ഓഫ് ആകാം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഓൺമ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കേണ്ടി വരും. പക്ഷെ ഓൺമ്യൂട്ട് കൊടുത്ത് ക്ലാസ് എടുക്കാൻ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻസോ ഡൗട്ടോ ഒന്നും ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഓൺമ്യൂട്ട് കൊടുത്ത് ഇന്ററാക്ട് ചെയ്ത് ക്ലാസ് എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, സോ മാക്സിമം നിങ്ങൾ മ്യൂട്ട് ചെയ്യാൻ നോക്കാം. തബ്ഷീർ ഒന്ന് മ്യൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോ ക്ലിയർ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ക്ലാസ് പോവുക. ഈ രീതിയിൽ തന്നെയായിരിക്കും ക്ലാസ് പോവുക. സ്ട്രിക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, എന്ത് ഡൗട്ട് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും എന്നോട് ചോദിക്കും. ഓൾമീറ്റ് കൊടുക്കാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്യുന്നത് പോസിബിൾ അല്ല സ്മിത. അതുകൊണ്ടാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ടെക്സ്റ്റ് കണ്ടെന്ന് വരില്ല, ചിലപ്പോൾ ഇവിടെ നോട്ട് നോക്കി പറയുമ്പോൾ നിങ്ങൾ മെസ്സേജ് ചിലപ്പോൾ എന്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരില്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അവിടെ നിർത്തിയിട്ട് അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാം. കുറച്ചുകൂടെ എക്സ്പ്ലനേഷന്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അത് ഡൗട്ട് ചോദിക്കുമ്പോഴാണ് മാത്രമേ നമുക്ക് അത്രയും എക്സ്പ്ലനേഷൻ വരുള്ളൂ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് വിചാരിക്കും, ഒരു കാര്യം പറഞ്ഞു വെച്ചു, ഓക്കെ ഇത് ക്ലിയർ ആണോ എന്ന് ഞാൻ ചോദിക്കുകയാണ്, ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ മിസ് ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ടോപ്പിക് അവിടെ വെച്ച് അവസാനിപ്പിക്കും. കാരണം ക്ലിയർ ആണല്ലോ, പിന്നെ അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ സപ്പോസ് ഒരാൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് വിചാരിച്ചു, മിസ് ഇത് അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലേ എന്ന് ചോദ്യം ചോദിച്ചു, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതിന് കൂടാതെ കുറച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്യും, അല്ലെ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? എക്സ്ട്രാ നോളജ് ആണ്, കുറച്ചുകൂടി ഇൻഫർമേഷൻസ് കിട്ടും. ആർക്കെങ്കിലും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ, മനസ്സിലാകാതെ ചോദിക്കാൻ മടിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ചോദിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ക്ലിയർ ആവും. മനസ്സിലായോ? സോ അതുകൊണ്ട് അൺമ്യൂട്ട് ചെയ്തെടുക്കൽ ബുദ്ധിമുട്ടാണ് ഇംഗ്ലീഷില്, ഭയങ്കര ടഫാണ്. അതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് സിമ്പിൾ അൺമ്യൂട്ട് ചെയ്തെടുക്കുന്നതാണ്, പെട്ടെന്ന് ക്ലാസ് അവസാനിപ്പിച്ച് പോകാൻ പറ്റും. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇംഗ്ലീഷ് ഇനി എന്നാ നിങ്ങൾ പഠിക്കാം അല്ലെ? നമുക്ക് ഗ്രാമർ ഈ കോഴ്സ് കൊണ്ട് ഗ്രാമർ കംപ്ലീറ്റ് ആക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ, ബോറടിക്കാതെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുക്കാറ് പൊതുവെ. ഇനി ആർക്കും ബോറടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നാ എന്നോട് പറയാൻ കേട്ടോ. അറിയില്ലെങ്കിൽ ബോറടിക്കുന്നുണ്ടോ എന്ന്. ഇങ്ങനെയൊക്കെ തന്നെ ക്ലാസ് പോവാം. കുറെ സംസാരിക്കാൻ നമുക്ക് സംസാരിച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണ്? അപ്പൊ എങ്ങനെയൊക്കെയാണ് എന്റെ ക്ലാസ് ഉണ്ടാവുക, ഞാൻ എങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുക എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയോ? കിട്ടി? ഓക്കെ ആണ്? കംഫർട്ടബിൾ ആണോ ക്ലാസ്സില്? ഓക്കെ ആണോ? ഓക്കെ, ഇംഗ്ലീഷ് ടീച്ചർ ഓക്കെ ആണോ? ഓക്കെ ആണ്. ഓക്കെ ആണ്. ഇത്രയും നേരം സംസാരിച്ചതില് നിങ്ങൾക്ക് എന്താണ് ഒപ്പീനിയൻ, എന്താ പറയാനുള്ളത്? ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ചും ടീച്ചറെ കുറിച്ചും നിങ്ങളുടെ ഒപ്പീനിയൻ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. നെഗറ്റീവ് പറയണം കേട്ടോ. ഒരു കാര്യം പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നമുക്ക് പോസിറ്റീവ് സൈഡ് മാത്രമല്ല ഒരാൾക്കുള്ളത്, ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ട്. എസ് പറയാൻ മാത്രം പഠിച്ചാൽ പോരാ, നോർമൽ പറയണം. ഓക്കെ, ആണെങ്കിലും പറയണം. നെഗറ്റീവ് ഉണ്ടെങ്കിൽ മിസ് ഇങ്ങനെയാണ്, നെഗറ്റീവ് ആണ് എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. ഓക്കെ,
അത് കേട്ടാൽ വിഷമാകും എന്നൊന്ന് പറയണം. നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് ആരോടെങ്കിലും പറയാം. മനസ്സിലായോ? സോ ഞാൻ ചോദിക്കുമ്പോൾ എന്റെ നെഗറ്റീവ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. പറയൂ. ഇതുവരെ നെഗറ്റീവ് ഒന്നും അടിച്ചിട്ടില്ല. എന്തോ ഇപ്പൊ കൂളാണ്, നെഗറ്റീവ് ഒന്നും തോന്നിയിട്ടില്ല. മുന്നോട്ട് പോകുന്നവർ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അത് കറക്റ്റ് ആണ് കേട്ടോ. ഞാൻ എങ്ങനെ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ്? ഓക്കെ, ഒപ്പീനിയൻ പറയൂ. നമുക്ക് ഒപ്പീനിയൻ കേൾക്കണം. ക്ലാസ് ഇൻട്രസ്റ്റിംഗ് ആണ്. ക്ലിയർ ആണ്. ഓക്കെ, കഴിഞ്ഞോ? ഓക്കെയാണ്, ബോറിംഗ് ആയിട്ട് തോന്നുന്നില്ല. കേട്ടില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്കല്ലേ. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ ടീച്ചർ മാറില്ല. മാറില്ല എന്നാണ് എന്റെ വിശ്വാസം. മാറില്ല. പക്ഷെ ഒരു കാര്യം, ക്ലാസ് എപ്പോഴാണ് ഇംഗ്ലീഷ് ക്ലാസ് എന്നറിയില്ല കേട്ടോ. വീക്കിലി ഉണ്ടോ അല്ലെങ്കിൽ 2 ആഴ്ചകളൊക്കെയാണോ എന്നൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. അതൊന്നും നോക്കണം. എന്നാൽ അതല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ ആദ്യം നിർമ്മല ടീച്ചറാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, ഗ്രാമർ പഠിപ്പിച്ച്. പക്ഷെ ഇടയ്ക്ക് വെച്ച് ടീച്ചർക്ക് എന്തോ വയ്യായിക വന്നിട്ട് വേറെ സാറായി മാറി. അപ്പോൾ മൊത്തം കയ്യിൽ നിന്ന് പോയി. സാറ് പഠിപ്പിക്കണത് വേറെ, ടീച്ചർ പഠിപ്പിക്കണത് വേറെ. അതുകൊണ്ടാണ് പറഞ്ഞത് ടീച്ചർ മാറിപ്പോയത്. എല്ലാവരും വേ ഓഫ് ടീച്ചിങ് വ്യത്യാസമുണ്ട്. ഓക്കെ, സോ പിന്നെ എന്താണ് പിന്നെന്തോ ഞാൻ പറയാൻ വന്നല്ലോ. ക്ലാസിന്റെ കാര്യം. ക്ലാസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കറക്റ്റ് ആയിട്ട് ക്ലാസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഗ്രാമർ കംപ്ലീറ്റ് ആക്കാൻ പറ്റൂ. കുറച്ച് ക്ലാസ് കൊണ്ട് ഗ്രാമർ എത്രത്തോളം പോകുമെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, എല്ലാവരും ഈ കോഴ്സ് കൊണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നൊരു തോന്നലുണ്ടെങ്കിൽ അത് അത്രയും ഷുവാലിറ്റി എനിക്ക് തരാൻ പറ്റില്ല. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറയാണെന്നുള്ളൂ. ഓക്കെ, നിങ്ങളെ കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിപ്പിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് അറിയോ? എല്ലാവരും ഒരേ ടാലന്റ് ആയിരിക്കത്തില്ല എല്ലാവർക്കും. പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കയ്യിലാണല്ലോ ഇരിക്കണേ, ടീച്ചറുടെ കയ്യിലല്ലല്ലോ. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യണം. കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുള്ളൂ. ടീച്ചർക്ക് പഠിപ്പിക്കാനല്ലേ പറ്റുള്ളൂ, നമ്മളല്ലേ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതാണ് കറക്റ്റ്. എനിക്ക് പഠിപ്പിക്കാനും ഇവിടുന്ന് പറയാൻ മാത്രമേ പറ്റൂ. ബാക്കിയെല്ലാം നിങ്ങൾ ഔട്ട്ലൈൻ ചെയ്യേണ്ട കാര്യമാണ്. പ്രാക്ടീസ് ചെയ്യൂ എന്ന് ഞാനിവിടുന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് അവിടെ ചെയ്യണം. ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടൂ. അല്ലാതെ ഞാൻ ചാനലിൽ പോയി ഇംഗ്ലീഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തു, സംസാരിക്കാം എന്നൊക്കെ വിചാരിച്ചാണ് അറ്റൻഡ് ചെയ്തത്, എനിക്ക് ഒരു മാറ്റം ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ടായില്ല. മാറ്റം വരണമെങ്കിൽ നമ്മൾ തന്നെ ആദ്യം മാറണം. മനസ്സിലായോ? അത് ആദ്യം ചിന്തിക്കാട്ടോ. ഏതൊരു കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ മാറാതെ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെന്റും വരില്ല. അത് ആക്സെപ്റ്റ് ചെയ്യുക ആദ്യം. ഓക്കെ, ക്ലിയർ ആണ്. പക്ഷെ ഒരു ഗ്യാരണ്ടി ഞാൻ തരാം. ഈ കോഴ്സ് കൊണ്ടും എനിക്ക് നിങ്ങൾക്ക് ഗ്രാമർ നന്നായിട്ട് പഠിപ്പിച്ചു തരാൻ പറ്റും. ഒരു സംശയവും ഇല്ലാതെ ഞാൻ ഗ്രാമർ പഠിപ്പിച്ച് തന്നിരിക്കും. ആ ഗ്യാരണ്ടി ഞാൻ പറയും. അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. സംസാരിക്കും എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഒരു ഉറപ്പില്ല. ഗ്രാമർ ഞാൻ പഠിപ്പിച്ചുതരാം. ഏത് ഉറക്കത്തിന് എനിക്ക് ചോദിച്ചാലും നിങ്ങൾ ഗ്രാമർ പറയും. പക്ഷേ ഒരു കാര്യം കൂടെ ഉണ്ട്, റെസ്പോൺസ് മസ്റ്റ് ആണ് കേട്ടോ. ക്ലാസ്സില് എന്ത് പഠിപ്പിച്ചു കഴിഞ്ഞാലും ഞാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി എനിക്ക് വരണം. ഓക്കെ, അത് മട്ടത്തിലാണെങ്കിലും റെസ്പോൺസ് ആണ്. ഡൗട്ട് ആണെങ്കിലും എന്നോട് എന്തും നിങ്ങൾക്ക് പറയാം. ഫ്രീഡം ഉണ്ട്, എന്തും പറയാം. എന്തും കാഷ്വൽ ടോക്ക് ആണെങ്കിലും ക്ലാസിന്റെ ഇംഗ്ലീഷ് സബ്ജക്ട് വൈസ് ആണെങ്കിലും എന്തും നിങ്ങൾക്ക് സംസാരിക്കാം. എന്തും സംസാരിക്കാവുന്നതാണ്, കൂളായിട്ട് സംസാരിക്കാവുന്നതാണ്. സോ എന്നോട് റെസ്പോണ്ട് ചെയ്തേ പറ്റും. സംസാരിക്കണം, എന്താണെങ്കിലും സംസാരിക്കണം. ഡൗട്ട് ചോദിക്കണം. മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലായില്ല എന്ന് ഓപ്പണായിട്ട് പറയണം. ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം, ആൻസർ പറയണം. എന്തെങ്കിലും വർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞത് പ്രാക്ടീസ് ചെയ്യണം. പറയുന്ന കാര്യങ്ങൾ അതുപോലെ കേൾക്കാം. അത് മാത്രം നിങ്ങൾ ചെയ്യാം. അതാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് വേണ്ടത്. ഓക്കെ, ക്ലാസ്സിൽ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാൻ നോക്കാം. ഇംഗ്ലീഷ് ക്ലാസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കാണാം എന്ന് വിചാരിക്കരുത്.
മഹാ ബോറിംഗ് ആണ്. എന്റെ ക്ലാസ് ആയതുകൊണ്ട് ഞാൻ പറയുന്നല്ല, ഭയങ്കര ബോറിംഗ് ആണ്. ഇപ്പൊ ഈ ക്ലാസ് പോലെ നിങ്ങൾ കേട്ട് നോക്കൂ, റെക്കോർഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ട് നോക്കൂ, ബോറടിക്കും, ഭയങ്കരമായിട്ട് ബോറടിക്കും. ലൈവ് ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കംഫർട്ടബിൾ ഒരിക്കലും റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ കിട്ടില്ല. അത് മാത്രമല്ല ഒന്നും മനസ്സിലാവുകയില്ല. അത്രയും ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. സിറ്റുവേഷൻ മോശമാണെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാം. ഡൗട്ട് വരികയാണെങ്കിൽ ചോദിക്കാം, ലൈവ് ക്ലാസ്സിൽ കയറി അറ്റൻഡ് ചെയ്ത് എന്നോട് ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പോ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ സംസാരിക്കാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ സ്വയം കുറെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിൽ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങളുടെ ആ സൈഡിൽ നിന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ആകുമ്പോൾ എന്താണ്, കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഗ്രാമർ പഠിക്കാം, അങ്ങനെ ഗ്രാമർ പഠിക്കാൻ പറ്റും, അത് ഷുവറാണ്. കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. ക്ലാസ്സിൽ ഞാനിവിടെ വന്ന് ക്ലാസ് എടുക്കുന്നു, നിങ്ങൾ സംസാരിക്കാതിരിക്കുന്നു, ഒന്നും നിങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ ക്ലാസ് ഭയങ്കര ബോറിംഗ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഇതേപോലെ ഇന്ന് എങ്ങനെയാണ് നിങ്ങൾ എന്നോട് സംസാരിച്ചത് അതേപോലെ എല്ലാ ക്ലാസ്സിലും ഉണ്ടെങ്കിൽ നല്ല രസമാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ക്ലാസ് പഠിക്കാൻ പറ്റും, പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ പറ്റും, ഗ്രാമർ പഠിക്കാൻ പറ്റും, സംസാരിക്കാനും പറ്റും. ഓക്കെ ആണോ? ഇതെല്ലാം വെച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, ഈ 1 hour പോയത് ആരെങ്കിലും അറിഞ്ഞോ? അപ്പൊ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്ലാസ് പോവാ, അല്ലെങ്കിൽ ബോറടിക്കും. സത്യം പറയാലോ, പണ്ട് നിങ്ങൾ ഗ്രാമർ ക്ലാസ്സിൽ പോയൊരു ഫീല് കിട്ടുന്നുണ്ട് നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ. ആകുമ്പോഴത്തേക്കും ഒരു ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഒരു ഫീൽ ആവും. ഉറക്കൊന്നുമില്ല, അങ്ങനെ തോന്നണ്ട. എന്റെ ക്ലാസ് ഉറക്കം തൂങ്ങിയെടുത്തിട്ടോ, ഞാനും ഉറക്കം തൂങ്ങി പോകും. ഇതുപോലെ നല്ല എനർജറ്റിക് ആയിട്ട് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോകും. എന്നോട് എന്തും സംസാരിക്കാൻ കംഫർട്ടബിൾ ആയോ നിങ്ങളിപ്പോ? കംഫർട്ടബിൾ ആണ്. ഇംഗ്ലീഷ് ക്ലാസ്സിനോടുള്ള ഒരു പേടി അങ്ങനെ മാറിയോ? മാറി. വെരി ഗുഡ്. ടൈം ടേബിൾ കിട്ടില്ല എന്ന് പറഞ്ഞു. ടൈം ടേബിൾ ചിലപ്പോൾ കേട്ടോ ശരിയായിരിക്കും. ഓക്കെ, സോ അതിന്റെ പേരാലോ പൊക്കോട്ടെ, ഞാൻ എന്നാലും ഇത്രയൊക്കെ ഉള്ളൂ. Okay, so thank you all. See you on the next class. Okay, bye. Okay, bye ma'am. Okay, thank you ma'am. Thank you ma'am. Bye. Thank you.